പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം ഒരു ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ പാസ്റ്റർ ഫെബിൻ റജി അടൂരിനോടുള്ള ഹൃദയംഗമായ നന്ദിയെ അറിയിക്കുന്നു. ഈ രാത്രിയിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ സ്വർഗത്തിലെ കർത്താവ് ഇടയാക്കുന്ന നല്ല നിമിഷത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഗിരിപ്രഭാഷണവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സെർമൺ ഓൺ ദ മൗണ്ട് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ മത്തായി സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ, മത്തായി 5, 6, 7 അധ്യായങ്ങളാണ് ഗിരിപ്രഭാഷണം എന്ന ഒറ്റ പേരിൽ അറിയപ്പെടുന്ന വേദഭാഗങ്ങൾ. ഗിരിപ്രഭാഷണത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ 5 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ പ്രധാന ചിന്തയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ. അപ്പോൾ ഒരിക്കലും യേശു ഒരിക്കലും ഒരു ഓഡിബിൾ കമാൻഡ് കൊടുക്കുന്നില്ല. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരണമെന്ന് ഒരു ഓഡിബിളി യേശു ഇരുന്ന ശേഷം ക്രൗഡ് അവിടേക്ക് ചെല്ലുകയാണ് സംഭവിക്കുന്നത്. യേശു ഇരുന്ന ശേഷം ജനസമൂഹം യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഗിരിപ്രഭാഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെന്ന് പറയുന്നത്. യേശു മലമേൽ കയറിയതിന് ശേഷം പുരുഷാരം ലേക്ക് ചെല്ലുകയാണ്. രണ്ടാമത്തെ കാര്യം, യേശുവിൻ്റെ പഠിപ്പിക്കലുകളുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തിൽ യേശു പ്രതിപാദിക്കുന്ന കാര്യങ്ങളോടനുബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരിക്കലും മതപരമായ നിയമങ്ങൾ അല്ല യേശു ഇവിടെ പഠിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ആ കാലഘട്ടത്തിൽ പരീശന്മാരുണ്ടായിരുന്നു, സദൂക്യരുണ്ടായിരുന്നു. ആ സമയത്ത് സദൂക്യരും പരീശന്മാരും എസ്സേന്യരും എരിവുകാരും സദൂക്യരും ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ യോഗങ്ങളിൽ അവരുടെ റബ്ബിമാർ സംസാരിക്കുമ്പോൾ മതപരമായ കാര്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് അവരുടെ റബ്ബിമാരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ യേശുവിൻ്റെ ഈ ഗിരിപ്രഭാഷണ ശുശ്രൂഷ വേളയിൽ മതപരമായ യാതൊരു നിയമങ്ങളും യേശു ഇവിടെ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മൂന്നാമതായിട്ട്, യേശു നിലനിന്നിരുന്ന ഏതെങ്കിലും നിയമത്തെ മാറ്റി മറ്റൊരു നിയമം സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നാലാമതായിട്ട്, അതിന് ആധാരമായിട്ട് നമ്മൾ ഒരു വാക്യം വായിക്കുമ്പോൾ അത് കുറേ കൂടെ വ്യക്തമാകും. മത്തായി 5:17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശു വന്നത് നിലനിൽക്കുന്നൊരു സംവിധാനത്തെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാലാമതായി നാം ചിന്തിക്കുമ്പോൾ യേശു മനുഷ്യൻ്റെ വേദനകൾ, മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ, അവൻ്റെ ആകാംക്ഷകളോട് പ്രതികരിച്ചു. അല്ലെ, ഡയറക്റ്റായിട്ട് വ്യക്തിപരമായി പ്രത്യക്ഷത്തിൽ യേശു മനുഷ്യൻ്റെ ദുഃഖങ്ങളോടും വേദനകളോടും സംവേദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. 6-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ അത് വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്നും ശരീരത്തിനായിക്കൊണ്ടും വിചാരിക്കരുത്. നോക്കി, എത്ര കൃത്യമായിട്ടാണ് കർത്താവിയുടെ കാര്യങ്ങൾ പറയുന്നത്. 5-ാമതായിട്ട്, സെർമൺ ഓൺ ദ മൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഗിരിപ്രഭാഷണ ശുശ്രൂഷയിൽ യേശു തൻ്റെ അധികാരം വെളിപ്പെടുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.
ആ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ അത് കുറേ കൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അപ്പോൾ യേശുവിൻ്റെ അധികാരം വ്യക്തമാകുന്ന നിമിഷങ്ങളായിരുന്നു ഗിരിപ്രഭാഷണ വേളകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് ഈ 5 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്നാമതായിട്ട് യേശു ഒരു പ്രത്യേക കമാൻഡ് നൽകുന്നില്ല, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരുന്ന് വചനം കേൾക്കുമെന്ന് പറയുന്നില്ല, മറിച്ച് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയായിരുന്നു. രണ്ടാമതായിട്ട് ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മതപരമായ ഏതെങ്കിലും നിയമങ്ങളല്ല യേശു അവിടെ പിന്തുടരുന്നത്. മൂന്നാമതായിട്ട് യേശു ഗിരിപ്രഭാഷണ ശുശ്രൂഷയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നിലനിൽക്കുന്ന ഏതെങ്കിലും സംവിധാനത്തെ മറിച്ചിടുവാനല്ല യേശു സംസാരിക്കുന്നത്. നാലാമതായിട്ട് യേശു മനുഷ്യൻ്റെ വേദനകളോടും നൊമ്പരങ്ങളോടും പ്രത്യക്ഷമായി ഇടപെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അഞ്ചാമതായി സെർമൺ ഓൺ ദ മൗണ്ടിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് യേശു ക്രിസ്തുവിൻ്റെ അധികാരം തന്നെയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമായ വിഷയത്തെ അധികരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സെർമൺ ഓൺ ദ മൗണ്ടിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തിൽ വർത്തിക്കണം, ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ ധാരാളം ഇടങ്ങളിൽ ഈ 5, 6, 7 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അത് എല്ലാം എടുത്തു പറയാനുള്ള സമയം നമ്മുടെ മുൻപിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്ത ചില വേദഭാഗങ്ങളിലൂടെയാണ് ഈ രാത്രി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏറിയ ശ്രദ്ധയോടുകൂടെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ വേദഭാഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ 5-ന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവൻ തിരുവായുമൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, അപ്പോൾ then he opened his mouth. Jesus used his voice in a strong way to teach the multitude. നോക്കൂ, യേശു തൻ്റെ ശബ്ദത്തെ ഉപയോഗിക്കുകയാണ്. യേശു തൻ്റെ ശബ്ദത്തെ അതിശക്തമായിട്ട് ഉപയോഗിക്കുകയാണ് ജനങ്ങളെ ടീച്ച് ചെയ്യാൻ വേണ്ടി, ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി. നോക്കൂ, ആയിരക്കണക്കിന് ആൾക്കാർ ഗിരിപ്രഭാഷണ സമയത്ത് യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ കൂടി വന്നിരിക്കുമ്പോൾ ഒരു സാധാരണ റബിയെ പോലെയോ ഒരു സാധാരണ മനുഷ്യനെ പോലെയോ അല്ല യേശു സംസാരിക്കുന്നത്. യേശുവിൻ്റെ വായി തുറന്ന് അധികാരത്തോടെ യേശു ജനത്തെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ കാലഘട്ടത്തിലെ വലിയ നഷ്ടമെന്ന് പറയുന്നത് അധികാരത്തോടെ സംസാരിക്കുന്ന ഗുരുക്കന്മാരുടെ ദൗർലഭ്യമാണ്. അധികാരത്തോടെ സംസാരിക്കാൻ കഴിയാത്ത ദൈവദാസന്മാരുടെയും നേതാക്കന്മാരുടെയും ദൗർലഭ്യമാണ് ഈ കാലഘട്ടത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് യേശു അധികാരത്തോടെ സംസാരിക്കേണ്ടതിന് വായ തുറന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ യേശുവിൻ്റെ ശബ്ദം ഒരു കാഹളം പോലെ ധ്വനിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു ട്രംപറ്റ് പോലെ, ഒരു കാഹളധ്വനി പോലെയാണ് യേശുവിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെ സകലർക്കും വേണ്ടുന്ന രക്ഷയെപ്പറ്റിയുള്ള ദൂതും കൂടെ യേശു പറയാതെ തന്നെ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ യേശു ജനത്തോട് എന്തൊക്കെ പറയാൻ ആഗ്രഹിച്ചുവോ, ഓഡിയൻസ് എന്തൊക്കെ കേൾക്കാനും അവർക്ക് ഫീൽ ചെയ്യുവാനും കഴിയുന്ന വിധത്തിൽ, അവർക്ക് കേട്ടാൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, അവർക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ കൃത്യമായിട്ടാണ് യേശു കർത്താവിൻ്റെ സംഭാഷണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ യേശു സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അന്ന് വരെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ നിലപാടുകൾക്ക് വ്യത്യസ്തമായ ഒരു സംഭാഷണ രീതിയാണ്, ഒരു സംവേദന രീതിയാണ് യേശു ഇവിടെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, യഹൂദന്മാരുടെ റബ്ബിമാർ സംസാരിക്കാറുണ്ട്, ഗമാലിയേലിനെ പോലെയുള്ളവർ. അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഗുരുക്കന്മാരുണ്ട്, ധാരാളം റബ്ബിമാരുണ്ട്. സദൂക്യരുടെ ഇടയിൽ നിന്നും പരീശന്മാരുടെ ഇടയിൽ നിന്നും ഒക്കെ എഴുന്നേറ്റ് വരുന്ന ധാരാളം റബ്ബിമാരുണ്ട്. അതുപോലെ തന്നെ ഹില്ലേൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അത്തരം അവരുടെ ഭാഗങ്ങൾ
കാര്യങ്ങൾ വിശദീകരിക്കുന്ന ധാരാളം, അവരുടെ മത കാര്യങ്ങൾ വിശദീകരിക്കുന്ന ധാരാളം ഗുരുക്കന്മാരുണ്ട്. എന്നാൽ അവരൊക്കെ സംസാരിക്കുന്നൊരു രീതിയിലല്ലായിരുന്നു യേശുവിൻ്റെ സംഭാഷണ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശുവിൻ്റെ സംഭാഷണത്തിൻ്റെ പ്രത്യേകത ബിയോണ്ട് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസ്രായേൽ മക്കളുടെ പ്രതീക്ഷയ്ക്കൊക്കെ അതീതമായിട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ പ്രതീക്ഷ ഒരു മതിലിനകത്ത് നിൽക്കുമ്പോൾ ആ മതിലിന് പുറത്തേക്ക് സംസാരിക്കുന്ന, പരിധിക്കപ്പുറത്തേക്ക് സംസാരിക്കുന്ന, പരിമിതികൾക്കപ്പുറത്തേക്ക് സംസാരിക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് നാം യേശുവിൻ്റെ ശബ്ദത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ മശിഹായെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട്. അവരുടെ മശിഹായെ പറ്റിയുള്ള പ്രതീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മശിഹ ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഭൗതികപരമായ കാര്യങ്ങളെ പറ്റിയാണ് അവർക്ക് പ്രതീക്ഷയുള്ളത്. പൊളിറ്റിക്കൽ ആൻഡ് മെറ്റീരിയൽ തിങ്സ്. ഇവിടെ യേശു പൊളിറ്റിക്കലി ഓർ മെറ്റീരിയലി ഹി ഡിഡ് നോട്ട് സ്പീക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല യേശു ഇവിടെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മറിച്ച് യേശു ആധ്യാത്മികമായ കാര്യങ്ങളെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓഫ് ദ റൂൾ ഓഫ് ജീസസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികത കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ഇംപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് എങ്ങനെ യേശുവിൻ്റെ മകനായി മകളായി ജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് യേശു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വലിയ സന്ദേശത്തിലൂടെ, ഈ സെർമൺ ഓൺ ദ മൗണ്ടിലൂടെ, അതായത് ഗിരിപ്രഭാഷണ സന്ദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഹൗ ക്യാൻ വി ലിവ് വെൻ ജീസസ് ഈസ് അവർ ലോർഡ്. യേശു നമ്മുടെ കർത്താവായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? യേശു നമ്മുടെ കർത്താവായിരിക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ജീവിക്കാൻ കഴിയും, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖയായിട്ടാണ് നാം തീർച്ചയായിട്ടും സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണ ശുശ്രൂഷകളെ കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗങ്ങൾ 5-ാം അധ്യായം 6-ാം ചില വാക്യങ്ങൾ അധികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അപ്പോൾ ഈ ഒരു ദാഹം എന്ന് പറയുന്നത്, നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുക എന്ന അനുഭവം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തിൽ എവിടെയൊക്കെയോ കുഴിച്ചിടപ്പെടുന്ന, മറവ് ചെയ്യുന്ന അനുഭവങ്ങളാണ്. നീതി ലഭിക്കാത്തൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, സ്നാനപ്പെട്ടവരുടെ കൂട്ടമാണ്. അന്യഭാഷ പറയുന്നതിൽ നാം ഒട്ടും പുറകിലല്ല. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ യുവാക്കന്മാർക്ക് അവർക്ക് ലഭിക്കേണ്ടുന്ന നീതി വേണ്ട രീതിയിൽ ലഭിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നീതിയെ മറിച്ചു കളയുന്ന വലിയൊരു സമൂഹം ഉടലെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തങ്ങളുടെ കസേരകൾ ഉറപ്പിക്കേണ്ടതിനും തങ്ങളുടെ അധികാരങ്ങളെ നിലനിർത്തേണ്ടതിനും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്ന മഹാനായ അലക്സാണ്ടറിനെ പോലെ കീഴ്പ്പെടുത്തലിൻ്റെ മനോഭാവമുള്ള ഒരു കൂട്ടം സമൂഹം ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ ഈ വചനത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതായത് നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ഈ ഒരു ദാഹമെന്ന് പറയുന്നത്, ഈ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ളൊരാഗ്രഹമാണ്. വിശപ്പും ദാഹവും എപ്രകാരം വ്യക്തമായിരിക്കുന്നുവോ, വിശപ്പ് അല്ലെങ്കിൽ ദാഹം അത് റിയലായിട്ടുള്ള കാര്യമാണ്. വിശപ്പ് അല്ലെങ്കിൽ ദാഹം എന്നുള്ളത് റിയലായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ പാഷൻ, നീതിക്ക് വേണ്ടിയുള്ള ആ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് നീതിക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. വിശപ്പും ദാഹവും ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് എപ്രകാരം സ്വാഭാവികമായി പ്രവർത്തിക്കുന്നുവോ, നാച്ചുറലായിട്ട് പ്രവർത്തിക്കുന്നുവോ, ഒരു ഹെൽത്തി മനുഷ്യന് വേണ്ടി, ഒരു മനുഷ്യൻ്റെ ഹെൽത്തിന് വേണ്ടി വിശപ്പും ദാഹവും എപ്രകാരം പ്രവർത്തിക്കുന്നുവോ അതുപോലെ തന്നെയാണ് നീതിക്ക് വേണ്ടിയുള്ള
ആ ഒരു ആഗ്രഹമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിന് ആരോഗ്യം വേണമെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ശരീരം തന്നെ നമുക്ക് ആഹാരം വേണമെന്ന് നമ്മളോട് പ്രതികരിക്കാറുണ്ട്. ശരീരം തന്നെ നമുക്ക് നാം ജലം കുടിക്കണമെന്ന് നമ്മളോട് സംസാരിക്കാറുണ്ട്. അതുപോലെ ഒരു കാര്യം തന്നെയാണ്, സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് നീതി ആഗ്രഹിക്കുക എന്നുള്ള കാര്യം. മൂന്നാമതായിട്ട്, അത്തരം ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആഴമേറിയൊരു കാര്യമാണ്. വിശപ്പും ദാഹവും എന്നതുപോലെ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നീതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്തരം ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പെയിൻഫുള്ളാണ്. ഹങ്കർ, അതുപോലെ ദാഹവും വിശപ്പും എത്രത്തോളം വേദനാജനകമാണോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം ലഭിക്കാത്ത അവസ്ഥ, ഒരു നേരത്തെ ജലം ലഭിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിരിക്കുന്നത് പോലെ തന്നെയാണ് നീതിക്ക് വേണ്ടിയുള്ള ിരിക്കുന്നു. നോക്കുക, ഇന്ന് നമുക്ക് ധാരാളം ദൈവമക്കൾ എന്ന് സ്വന്തമായി പുകഴ്ച പറയുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവരൊക്കെ എന്തിനു വേണ്ടിയാണ് ദാഹിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ ആകാംക്ഷ എന്താണ്, ആഗ്രഹം എന്താണ് എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർ അധികാരത്തിന് വേണ്ടി ദാഹിക്കുന്നു, അതുപോലെ ദാഹിക്കുന്നു. അധികാരത്തിനു വേണ്ടിയും ശക്തിക്ക് വേണ്ടിയും ജയത്തിനു വേണ്ടിയും അതുപോലെ തന്നെ കംഫോർട്ട്, അവരവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും ആഗ്രഹിക്കുന്നവരാണ് ഇന്നുള്ള മനുഷ്യർ. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, എത്ര പേര് നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതായി. അപ്പോൾ നീതിക്കായിട്ട് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്ന് കർത്താവ് പറയുന്നു. അതിനുശേഷം നാം വായിക്കുമ്പോൾ 13-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനോടുള്ള ബന്ധത്തിലുള്ള, സാമൂഹിക പ്രതിബദ്ധതയോടുള്ള ബന്ധത്തിലുള്ള പ്രധാന ചില വാക്യങ്ങളാണ് 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 13-ാം വാക്യം വായിക്കുമ്പോൾ 5-13 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. അപ്പം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതിൻ്റെ അതിൻ്റെ ഉപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട്, പുരുഷാരത്തോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുന്നതല്ല എന്നിവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദൈവമക്കളായിട്ടുള്ള പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മൾ കർത്താവിൻ്റെ പ്രതിപുരുഷന്മാരാണ്. വി ആർ റെപ്രസെൻറ്റിങ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കേണ്ടതിന് ഈ ഭൂമിയിലായിരിക്കുന്ന വ്യക്തികളാണ് നാമെന്ന് മനസ്സിലാക്കണം. താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ താൽക്കാലികമായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള കർത്താവിൻ്റെ അസ്തിത്വത്തെ, ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയാൻ പാടുള്ളതല്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉപ്പാകുന്നു. അതിൻ്റെ അർത്ഥം യു ആർ പ്രഷ്യസ്, നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവമക്കളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ്. യു ആർ പ്രഷ്യസ്, യു ആർ ദ സാൾട്ട് ഓഫ് ദിസ് എർത്ത്. നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. യേശുവിൻ്റെ സമയത്ത് ഉപ്പൊരു വാല്യുബിൾ കമ്മോഡിറ്റി ആയിരുന്നു. വളരെ വിലയുള്ള ഒരു വസ്തു തന്നെയായിരുന്നു ഉപ്പ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ. റോമൻ പട്ടാളക്കാർക്ക് ചില സമയത്ത് ശമ്പളമായിട്ട് നൽകിയിരുന്നത് ഉപ്പായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രേസ് തന്നെ, ഒരു ചെറിയ വാചകം തന്നെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു: വർത്ത് ഹിസ്
സാൾട്ട്, അല്ലെങ്കിൽ അവന് എത്ര ഉപ്പ് അവന് കൊടുക്കേണ്ടി വരും, അവന് ശമ്പളമായിട്ട് എത്ര ഉപ്പ് അവന് കൊടുക്കണം, അങ്ങനെ ഒരു ഫ്രേസ് തന്നെ അന്ന് നിലനിന്നിരുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ് എന്നുള്ളതാണ്. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ഉപ്പിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഒന്നാമത്, ഉപ്പിന് മൂല്യമുണ്ട്, ഒരു വാല്യബിളായിട്ടുള്ള കമ്മോഡിറ്റിയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഉപ്പിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് പ്രിസേർവിങ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വസ്തുവാണ് ഉപ്പെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വസ്തുക്കൾ, മാംസവും മത്സ്യവും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ, പ്രിസേർവ് ചെയ്യുവാൻ വേണ്ടി ആ കാലഘട്ടങ്ങളിൽ ഉപ്പ് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച് നമുക്ക് ഈ കാലഘട്ടത്തിൽ എന്നല്ല, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും, നമ്മൾ ഏത് സംസ്കാരത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചൊരു പ്രിസേർവിങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവണം. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ പ്രത്യേകത നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തരും. യഹൂദന്മാരുടെ ഇടയിൽ ധാരാളം ജൂയിഷ് സെക്റ്റുകൾ അന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പരീശന്മാരുണ്ടായിരുന്നു, സദൂക്യരുണ്ടായിരുന്നു, എസേന്യരുണ്ടായിരുന്നു, എരിവുകാരുണ്ടായിരുന്നു, ശമരിയക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ നസറായ മതക്കാരുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം ധാരാളം സെക്റ്റുകളുണ്ടായിരുന്നു. അപ്പം ധാരാളം യഹൂദ മതത്തിൻ്റെ ധാരാളം വ്യത്യസ്തമായ യഹൂദ മതവിഭാഗങ്ങൾ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ അവർ ഭൂമിയുടെ ഉപ്പായി വർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഡിസൈപ്പിൾസിനെ സംബന്ധിച്ച്, ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർ ഉപ്പ് പോലെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപ്പ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, കറികൾക്കൊക്കെ ഉപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റേതായ രുചി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് രുചി നൽകുന്ന വിധത്തിൽ, ഒരു ഫ്ലേവർ നൽകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ 5-ാം അധ്യായത്തിൽ പ്രാരംഭമായി പറയുന്ന കാര്യം, യു ആർ ദി സാൾട്ട് ഓഫ് ദി എർത്ത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുന്നു. രണ്ടാമതായി പറയുന്ന കാര്യം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യു ആർ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 14 മുതൽ 16 വരെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല, തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പലപ്പോഴും നമ്മൾ വെളിച്ചം സ്വീകരിക്കുന്നവരായി മാറാറുണ്ട്. മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുമ്പോൾ, മറ്റുള്ളവരെ നമ്മളെ ഉയർത്തുമ്പോൾ നാം പലപ്പോഴും ലൈറ്റ് റിസീവേഴ്സായി മാറാറുണ്ട്, വെളിച്ചത്തെ സ്വീകരിക്കുന്ന ആൾക്കാരായി മാറാറുണ്ട്. എന്നാൽ വെളിച്ചത്തെ സ്വീകരിക്കുന്നവരായി മാറുക മാത്രമല്ല, വെളിച്ചം കൊടുക്കുന്നവരായി നാം മാറേണ്ടതായിട്ടുണ്ട്. വി ഹാവ് ടു ബിക്കം ലൈറ്റ് ഗിവേഴ്സ്. അപ്പോൾ നമ്മൾ ലൈറ്റ് കൊടുക്കുന്നവരായി, വെളിച്ചം കൊടുക്കുന്നവരായി നാം മാറേണ്ടതായിട്ടുണ്ട്. അത് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്വഭാവ രൂപീകരണത്തിനും കൂടെയുള്ള ഒരു പരിശ്രമം ഈ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നാം ചിന്തിക്കുന്ന കാര്യം, ഈ ഒരു ടൈറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന ടൈറ്റിൽ, ലോകത്തിൻ്റെ വെളിച്ചം എന്ന ആ ഒരു ശീർഷകം ആ കാലഘട്ടത്തിൽ യഹൂദ റബ്ബിമാർക്ക്, അല്ലെങ്കിൽ പ്രസിദ്ധരായിട്ടുള്ള യഹൂദ റബ്ബിമാരെ സംസാരിക്കുമ്പോൾ, അവരെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമായിരുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന പദം. അപ്പോൾ നിങ്ങൾ ഇതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ചിന്തിക്കണം. യേശു ഒരിക്കലും ഒരു ഇസ്രായേലിനകത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ജൂയിഷ് ട്രഡീഷൻ അകത്ത് നിന്നുകൊണ്ട് യഹൂദന്മാരെ സന്തോഷിപ്പിക്കുവാനോ അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ മാത്രം ചെയ്യുവാനോ ആഗ്രഹിക്കുകയായിരുന്നില്ല. മറിച്ച് അതിനപ്പുറത്തേക്കുള്ള യേശുവിൻ്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ
രക്ഷണ്യമായ ദൈവപ്രവൃത്തി എത്രത്തോളം വിസ്താരത്തിൽ എവിടൊക്കെ എത്തണമെന്നുള്ള ആ ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടെയാണ് യേശു സംസാരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം യേശുവിന് വളരെ വ്യക്തമായിട്ടറിയാം, യേശു ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നത് ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയല്ല, മറിച്ച് സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് യേശു കർത്താവിൻ്റെ ഈ പഠിപ്പിക്കലുകളിലൊക്കെ ആ ഒരു വിശാലത, ആ ഒരു ബ്രോഡ്നെസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഉദാഹരണം നമ്മളിപ്പം കണ്ടല്ലോ, റബ്ബിമാരെ വിളിക്കുന്ന പദമാണ് ലോകത്തിൻ്റെ വെളിച്ചം, ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്നുള്ളത്. ഈ റബ്ബിമാരെ വിളിക്കുന്ന പദം യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ മുക്കുവരായിരിക്കാം, നിങ്ങൾ ചുങ്കക്കാരായിരിക്കാം, നിങ്ങൾ മറ്റു ചില ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം, യഹൂദന്മാരുടെ ഇടയിലുള്ള റബ്ബിമാരെ പോലെ നിങ്ങൾക്ക് പറയത്തക്കതായ പദവിയോ ബഹുമാനമോ ഒന്നും അവരുടെ ഇടയിൽ ലഭിക്കുന്ന ആൾക്കാരായിരിക്കില്ല. നിങ്ങൾ പടകും വലയും വിട്ടേച്ച് എന്നെ അനുഗമിച്ച ആൾക്കാരാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പദവിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇതൊക്കെ പറയുമ്പോഴും 2000 വർഷം മുമ്പ് ഒരാൾ ഇതൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് ചിന്തിച്ച് ലാഘവബുദ്ധിയോടുകൂടെ കാണാതെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട ഉപ്പിൻ്റെ അനുഭവം, വെളിച്ചത്തിൻ്റെ അനുഭവം നാം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം കൂടെ ഇതിനോട് ചേർന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ 5-ാം അധ്യായത്തിൽ പറയുന്നത്. 3 സാദൃശ്യങ്ങളാണ് അവിടെ പറയുന്നത്. 3 മെറ്റഫേഴ്സാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 2, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 3, നിങ്ങൾ മലമേലിരിക്കുന്ന പട്ടണമാകുന്നു. അപ്പോൾ ഒന്നാമത് സാൾട്ടുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ, ഉപ്പുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ, ഉപ്പ് സാൾട്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് കറപ്ഷനാണ്. അതായത് കറപ്ഷൻ്റെ ഓപ്പോസിറ്റാണ് സാൾട്ട് എന്ന് പറയുന്നത്. അഴിമതിയുടെ ഓപ്പോസിറ്റാണ്, അഴിമതിയുടെ എതിർ വചനമാണ് ഉപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു, അഴിമതിയെ പ്രിവെൻറ്റ് ചെയ്യുന്നു. കൂടുതൽ അഴിമതികൾ സമൂഹത്തിൽ ഉണ്ടാകുന്നതിൽ നിന്ന് ജനത്തെ തടയുന്നത് ഉപ്പിൻ്റെ ഒരു അനുഭവമായിട്ട് നമുക്ക് ഉപ്പിൻ്റെ അനുഭവത്തോട് സാദൃശ്യപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. 2-മത്തെ കാര്യം ലൈറ്റ്. ലൈറ്റിനെ സംബന്ധിച്ച് ലൈറ്റ് ഗീവ്സ് ദ ഗിഫ്റ്റ് ഓഫ് ഗൈഡൻസ്. ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നൽകുന്നത്? ഒരു ഗൈഡൻസിൻ്റെ ഗിഫ്റ്റാണ് നൽകുന്നത്. നല്ല രീതിയിൽ നേർവഴിയിൽ നീങ്ങാനുള്ള ഒരു പ്രചോദനമാണ് ലൈറ്റ് നമുക്ക് നൽകുന്നത്, വെളിച്ചം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വഴി നഷ്ടപ്പെട്ടു പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല. ശരിയായ വഴിയിലൂടെ നടത്തി നമ്മളെ വീട്ടിലെത്തിക്കുവാൻ വെളിച്ചത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. 3-മതായി മലമേലിരിക്കുന്ന പട്ടണം എന്ന് പറയുന്നു. ഒരു പട്ടണം എന്നതുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യൽ ഓർഡറാണ്. സാമൂഹികമായ ചില ഓർഡറുകൾ നിലനിൽക്കുന്ന, സാമൂഹികമായ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഇടമാണ് പട്ടണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഡിസോർഡറിനെതിരാണ്, ക്യാവോസിന് എതിരാണ്, അരാജകത്വത്തിനും തെറ്റായ നിലപാടുകൾക്കും തെറ്റായ രീതികൾക്കും എതിരാണ് പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ മലമേലിരിക്കുന്ന പട്ടണം അത് മറ്റുള്ളവർ കാണത്തക്കവണ്ണം ശോഭിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വെളിച്ചം പ്രകാശിക്കുമ്പോഴാണ്. ആ വെളിച്ചത്തെ നാം മനസ്സിലാക്കേണ്ടത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഓർഡറിലേക്ക്, ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ക്രമീകരണത്തിലേക്ക് ആ പട്ടണം സമർപ്പിതമാകുമ്പോഴാണ്, പട്ടണത്തിലെ ജനങ്ങൾ സമർപ്പിതരാകുമ്പോഴാണ് അവിടെ നിന്ന് കറപ്ഷൻ മാറുന്നത്, അഴിമതികൾ മാറുന്നത്. ആ സമയത്താണ് അവിടെ നിന്ന് ഡിസോർഡർ മാറുന്നത്, അതായത് തെറ്റായ രീതികൾ നീങ്ങിപ്പോകുന്നത്, അതുപോലെ തന്നെ അരാജകത്വം നീങ്ങിപ്പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കർത്താവ് ചില കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. കർത്താവ് സൂപ്പർഫ്ലുവസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടല്ല, അല്ലെങ്കിൽ പുറത്തു നിന്ന് സംസാരിക്കുന്ന ഒരാളായിട്ടല്ല, വളരെ വ്യക്തമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. മനുഷ്യന് വേണ്ടുന്ന വസ്ത്രത്തെ പറ്റിയും പാർപ്പിടത്തെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയും ഒക്കെ, മനുഷ്യൻ്റെ അവശ്യ വസ്തുക്കളെ പറ്റി
കൃത്യമായിട്ട് സംസാരിക്കുവാൻ യേശു കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു റബ്ബിയുടെ പ്രസംഗം കേൾക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഒരു റബ്ബിയുടെ പ്രസംഗം കേൾക്കാനാണ് ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ കൂടിയിരുന്നതെങ്കിൽ, തീർച്ചയായിട്ടും റബ്ബി മോശയുടെ ന്യായപ്രമാണത്തെ അധീകരിച്ചുകൊണ്ട് സംസാരിക്കുകയുള്ളൂ, അല്ലാതെ റബ്ബി ഒന്നും പറയുകയില്ല. എന്നാൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ യേശു കർത്താവ് തിരുവായ്മൊഴിഞ്ഞ് ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ ജനത്തിൻ്റെ അവശ്യ വസ്തുക്കളെ പറ്റിയുള്ള വ്യക്തമായ ബോധ്യത്തോടു കൂടെ സംസാരിക്കുന്ന സൃഷ്ടിതാവായ യേശു കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കർത്താവ് സംസാരിക്കുന്ന ഭാഗം അവിടെയുണ്ട്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ 5:31 മുതൽ 32 വരെ ഉള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. 5-ാം അധ്യായം, മത്തായി സുവിശേഷം 5-ാം അധ്യായം 31-32. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവർക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. എത്ര കൃത്യമായിട്ടാണ് കർത്താവ് മോശയുടെ ന്യായപ്രമാണത്തിൽ മോശ പറഞ്ഞ കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് ഖണ്ഡിച്ചുകൊണ്ടാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഉപേക്ഷണപത്രം കൊടുത്ത് വിവാഹമോചനം നടത്തുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു കാര്യമായി, ഒരു സോഷ്യൽ ഒരു സോഷ്യൽ ഈവിളായി മാറുന്നൊരു കാലഘട്ടത്തിൽ, ഒരു സാമൂഹിക തിന്മയായി മാറുന്നൊരു കാലഘട്ടത്തിൽ, അതായത് നമുക്കറിയാം ആവർത്തന പുസ്തകം 24:1 മോശ പറയുന്ന ന്യായപ്രമാണത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ മോശ ന്യായപ്രമാണത്തിലൂടെ പറയുന്നത്. ഇവിടെ നമുക്ക് മറഞ്ഞു കിടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. യേശുവിനെ സംബന്ധിച്ച് യേശു സൃഷ്ടിതാവായ ദൈവമാണ്. യേശുവാണ് സകലത്തെയും സൃഷ്ടിച്ചത്. സകലത്തെയും ചലിപ്പിക്കുന്നവൻ യേശുവാണ്. സകലത്തെയും നിയന്ത്രിക്കുന്നവൻ യേശുവാണ്. സകലത്തെയും മെയിൻറ്റെയിൻ ചെയ്യുന്നവൻ യേശുവാണ്. സകലത്തെയും എസ്റ്റാബ്ലിഷ് ചെയ്തവനും യേശുവാണ്. ഇവിടെ മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോൾ ഒരു മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പാട്രിയാർക്കൽ സമീപനം. ഇവിടെ പുരുഷന് തൻ്റെ ഭാര്യയെ ഇഷ്ടമല്ലാതെ വന്നാൽ, അല്ലെങ്കിൽ അവളിൽ എന്തെങ്കിലും ഒരു ദൂഷ്യമായ വശം കണ്ടു എന്നവന് തോന്നിയാൽ ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ വീട്ടിൽ പറഞ്ഞയക്കണമെന്ന് പറയുന്ന മോശയുടെ ന്യായപ്രമാണത്തെ വളരെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന യേശുവിൻ്റെ നിലപാടുകളെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശുവിൻ്റെ നിലപാടുകൾ എത്ര കൃത്യമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യേശു അതാണ് നമുക്ക് 32-ാം വാക്യത്തിൽ പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. യേശുവിനറിയാം ആ കാലഘട്ടത്തിൽ റബ്ബിമാരായിട്ടുള്ള ആൾക്കാർ, ധാരാളം ആൾക്കാർ മോശയുടെ ഈ ഒരു പെർമിഷനെ, അല്ലെങ്കിൽ മോശ ആവർത്തന പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ഈ മൊസൈക്ക് പെർമിഷൻ, മോശ നൽകുന്ന ഈ അനുവാദത്തെ, ഡൈവോഴ്സിന് വേണ്ടി, വിവാഹമോചനത്തിന് വേണ്ടി മോശ നൽകുന്ന ഈ അനുവാദത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഭാര്യമാരെ വിവാഹമോചനം കൊടുക്കുന്ന ഒരു ദുഷിച്ച ഒരു പ്രവണത ആ കാലഘട്ടത്തിൽ നിലനിൽപ്പുണ്ടായിരുന്നു. കുറച്ച് റബ്ബിമാർ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു. അതിങ്ങനെയാണ് അവരിങ്ങനെയാണ് പഠിപ്പിച്ചത്. എക്സ്റ്റെൻഡഡ്, ഈ ഒരു കാര്യത്തെ അവർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡഡ് അലവിങ് എ മാൻ ടു ഡൈവോഴ്സ് ഹിസ് വൈഫ് if she burned his breakfast, അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം വെന്തുപോയാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ, അത് കത്തിപ്പോയാൽ, അതിൻ്റെ കാരണത്താൽ പോലും ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള അനുവാദം ആ കാലഘട്ടത്തിൽ റബ്ബിമാർ കൊടുത്തിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ 2020കളിലും ധാരാളം വിവാഹമോചനങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കാറുണ്ട്. നാം കർത്താവിൻ്റെ നിലപാടുകളാണോ നാം സ്വീകരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ സഭയിലുള്ള ദൈവദാസന്മാരാണെങ്കിലും, അതുപോലെ തന്നെ ഭർത്താവ്
ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ സഭയിലുള്ള മറ്റു പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മുടെ കമ്മിറ്റിയിലുള്ള സഹോദരങ്ങളാണെങ്കിലും ഇവരൊക്കെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭകളിൽ വിവാഹമോചനത്തിൻ്റെ നിരക്ക് ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ നിലപാടുകൾ എത്ര കൃത്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. യേശു മോശയുടെ ന്യായപ്രമാണത്തെ ലൈസൻസായിട്ട് ഉപയോഗിക്കുന്ന യഹൂദന്മാരുടെ ഇടയിലെ വൃത്തികെട്ട നീചമായ പ്രവണതയെ ചോദ്യം ചെയ്തുകൊണ്ട് വിവാഹം എന്ന ആ സ്ഥാപനത്തെ കർത്താവ് ശക്തമായിട്ട് ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ 5-ാം വാക്യത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ മലമേലിരിക്കുന്ന പട്ടണം പോലെയാണ്. അതുപോലെ തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമുക്കിനി 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒന്ന് പോകാം. 6-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളമൂതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു കാര്യമാണ്, ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഈ ചാരിറ്റി ഒത്തിരി കൂടിയൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും വളരെ സമൂഹത്തെ സേവിക്കാനുള്ള ആഗ്രഹവും ആത്മാർത്ഥതയും ഒക്കെ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ നാം ഈ വേദഭാഗം ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, ഡു നോട്ട് സൗണ്ട് എ ട്രംപറ്റ് ടു പ്രൊജക്ട് ദി ഇമേജ് ഓഫ് ജനറോസിറ്റി. നിങ്ങൾ ഔദാര്യം കാണിച്ചു, അല്ലെ നിങ്ങൾ ഭിക്ഷ കൊടുത്തു എന്ന് നാലാളെ അറിയിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആ ഭിക്ഷ കൊടുക്കുന്ന സമയത്ത് കാഹളം ഊതിക്കരുത്, ട്രംപറ്റ് ഊതിക്കാനായി പാടില്ല. അപ്പോൾ നമ്മളൊരു ജനറോസിറ്റി ചെയ്യുമ്പോൾ, നമ്മളൊരു ഔദാര്യം ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ വലം കൈ കൊണ്ട് ചെയ്യുന്നത് നമ്മുടെ ഇടം കൈ അറിയാൻ പാടില്ല എന്ന് കർത്താവ് വളരെ കൃത്യമായ നിലപാടാണ് എടുക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ ഈ ഔദാര്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അവിടെ കൃത്യമായ ഒരു ഉദാഹരണം നമുക്ക് ലഭിക്കുന്നത് 5-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇത് തന്നെയാണ് അനന്യാസും സഫീറയും ചെയ്തത്. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ബർന്നബാസ് എന്ന ആ ലേവ്യൻ തൻ്റെ സകല സ്വത്തും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുന്നത് കണ്ടിട്ട് അതിൽ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് അനന്യാസും സഫീറയും അവരുടെ സ്വത്തൊക്കെ വിറ്റിട്ട് വിലയിൽ കുറച്ചെടുത്ത് മാറ്റിവെച്ച് ബാക്കി ഒരു ഭാഗം കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ കാൽക്കൽ വെക്കുന്ന സമയത്ത് നമുക്കറിയാം പരിശുദ്ധാത്മാവിനോട് വ്യാജം ചെയ്യുന്നത് കൊണ്ട് അവിടെ അവർ വീണ് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള പണസമ്പാദനം, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ പേര് പറഞ്ഞ് രോഗികളുടെ പേര് പറഞ്ഞ്, അതുപോലെ തന്നെ വൃക്കാരോഗികളുടെയും അതുപോലെ തന്നെ കരൾ രോഗികളുടെയും അതുപോലെ ഹൃദയ സംബന്ധമായ രോഗമുള്ളവരുടെയും ഒക്കെ പേര് പറഞ്ഞ് ധാരാളം പണസമ്പാദനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാം ചന്തമായിട്ടും ഉചിതമായിട്ടും ദൈവഹിതപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ നാം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ യേശുവിനറിയാം, യേശു ഇത് പറയുമ്പോൾ യേശുവിന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യേശു സംസാരിക്കുന്നത്. യേശുവിൻ്റെ മനസ്സിൽ ഇത് പറയുമ്പോൾ നിങ്ങൾ മൂതിക്കരുതേ എന്ന് യേശു പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ യേശുവിന് മനസ്സിലായ കാര്യം, ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഫീസ്റ്റിൻ്റെ സമയത്ത്, ഉത്സവങ്ങളുടെ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഗിഫ്റ്റ് കൊടുത്തു എന്ന് 4 ആൾ അറിയേണ്ടതിന് ട്രംപറ്റ് വായിക്കാറുണ്ട്, അല്ലെങ്കിൽ കാഹളം ഊതിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളൊരു കാര്യം ഈ രീതിയിൽ നിങ്ങൾ ചാരിറ്റി ചെയ്യുമ്പോൾ, ഈ രീതിയിൽ നിങ്ങൾ ഔദാര്യം കാണിക്കുമ്പോൾ അത് രഹസ്യത്തിൽ ചെയ്യണം. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം
തരും എന്ന് കർത്താവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുപോലെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്ന് പറയുന്നു. 2-ാം അധ്യായത്തിൻ്റെ പകുതി വരുമ്പോൾ അവിടെ കാണുന്നു, കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ. എന്താണ് കപടഭക്തി എന്ന് പറയുന്നത്? കപടഭക്തിക്കാരെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ യേശു കർത്താവ് ഈ നമ്മുടെ പ്രിയ പരീശന്മാരെ, ശക്തമായിട്ട് പരീശന്മാർക്കെതിരെ നിന്ന ഒരാളാണ് കർത്താവ്. പരീശന്മാരുടെ പഠിപ്പിക്കലുകൾക്കെതിരെ ആയിരുന്നില്ല കർത്താവ്. പരീശന്മാർ സദൂക്യരെക്കാളും ഒത്തിരി മര്യാദയ്ക്ക് ദൈവവചനം സംസാരിക്കുകയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു ശാസ്ത്രിമാർ. ഈ ഗമാലിയൽ എന്ന ശാസ്ത്രി പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ശിഷ്യന്മാരെയും മറ്റും ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗമാലിയലാണ് അവിടെ പറയുന്നത്, നിങ്ങൾ ഇവരെ ജയിലിലിടരുത്. മറിച്ച് ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ദൈവത്താലാണ് ഈ ഒരു അനുഭവം, ക്രിസ്ത്യാനി എന്ന് പറയില്ലേ, ക്രിസ്തുമതം അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന അനുഭവം ദൈവത്താലാണ് ഉണ്ടായതെങ്കിൽ ഇത് നിലനിൽക്കും, അല്ലെങ്കിൽ ഇത് തകർന്നു പോകുമെന്ന് പറയുന്ന ഗമാലിയലിനെ പറ്റി ഗമാലിയൽ ഒരു പരീശനായിരുന്നു. അപ്പോൾ ഈ പരീശന്മാരെ യേശു വിമർശിക്കുന്ന സമയത്ത് പരീശന്മാരുടെ കപടഭക്തിയെയാണ് യേശു ചോദ്യം ചെയ്തത്. അതായത് അവർ പറയുന്നതൊന്ന്, എന്നാൽ അവർ ചെയ്യുമ്പോൾ അവർ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. പ്രസംഗവും പ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ല. അതാണ് കപടഭക്തി എന്ന് പറയുന്നത്. കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ ചെയ്യരുത്. കപടഭക്തിക്കാരെ പറ്റി പറയുമ്പോൾ ദേ ആർ ആക്ടേഴ്സ്. അവർ അഭിനയിക്കുന്നവരാണ്. ആക്ടിങ് ദ പാർട്ട് ഓഫ് എ പയസ്. ഭക്തി അഭിനയിക്കുന്നു, വിശുദ്ധി അഭിനയിക്കുന്നു. ശരിയായ വിശുദ്ധിയിൽ അവർ ജീവിക്കുന്നില്ല, പക്ഷേ അഭിനയത്തിൽ വിശുദ്ധിയുണ്ട്. ശരിയായ ഭക്തിയിൽ അവർ നിലനിൽക്കുന്നില്ല, പക്ഷേ അഭിനയത്തിൽ ഭക്തിയുണ്ട്. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എ സ്റ്റാൻഡേർഡ് ദാറ്റ് മേക്സ് സമ്മൺ ഹിപ്പോക്രൈറ്റ്. നാം മനസ്സിലാക്കണം, ഇത് ഒരിക്കലും ഈ രീതിയിലൊരു നിലപാടല്ല ഈ പ്രിയപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ദൈവമക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഫോൾസ്ലി ക്ലെയിമിങ് ടു ലീവ് ബൈ ദാറ്റ് സ്റ്റാൻഡേർഡ് വെൻ യു ഇൻഫാക്ട് ഡു നോട്ട്. നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരിയായ സത്വത്തെ, ശരിയായ ഐഡൻറ്റിറ്റിയെ മറന്നുകൊണ്ടാണ് ഇപ്രകാരമുള്ള അഭിനയങ്ങൾ കാണിക്കുന്നത് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 2 സ്റ്റാൻഡേർഡ് നമുക്ക് പാടില്ല, ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് പാടില്ല. പ്രസംഗിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരേപോലെ പോകുമ്പോഴാണ് അവിടെ മാന്യത ഉണ്ടാകുന്നത്, അവിടെ ദൈവനാമ മഹത്വത്തിനത് കാരണമായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം രഹസ്യത്തിൽ ചെയ്യണമെന്ന് ഇവിടെ യേശു കർത്താവ് പറയുകയാണ്. ദൈവം രഹസ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. വി ഷുഡ് നോട്ട് എവർ റിമെമ്പർ ദാറ്റ് ദ ഐ ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ അസ്. ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. ദാറ്റ് ഹീ സീസ് നോട്ട് ഓൺലി ദ ആക്ട് ബട്ട് ഓൾസോ എവറി മോട്ടീവ് ദാറ്റ് ലെഡ് ടു ഇറ്റ്. അവൻ നാം ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല കാണുന്നത്, മറിച്ച് നാം എന്തുകൊണ്ടത് ചെയ്തു എന്ന് കർത്താവ് പരിശോധിക്കുന്ന, വ്യക്തമായി മനസ്സിലാക്കുന്ന ദൈവമാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ടാണ് ചിന്തിച്ചത്. യേശുവിൻ്റെ സമൂഹം എന്ന് പറയുന്നത് ഒരിക്കലും ഡിസോർഡറായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി അല്ല, ഒരിക്കലും ക്യാവോസ് ഉള്ള, അരാജകത്വം നിറഞ്ഞ, അഴിമതികൾ നിറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി അല്ല, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല, രാഷ്ട്രീയമായ രീതികളെ പിൻപറ്റുന്ന അത്തരം മാനുഷിക ഘടകങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല യേശു ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം ഈ 5, 6, 7 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഒരിക്കലും നിങ്ങൾ ഈ ഉപ്പിൻ്റെ രസം കളയാനായി പാടില്ല. ഈ ഉപ്പിൻ്റെ കാരം നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യനെ പുറത്തിട്ട് ചവിട്ടി മെതിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല എന്ന് വളരെ
വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്. പ്രിയമുള്ളവരെ, 2020 നാം ജീവിക്കുമ്പോൾ വി ആർ ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. നാം ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നാം ഈ ഭൂമിയുടെ ഉപ്പാണ്, നാം മലമേലിരിക്കുന്ന പട്ടണം പോലെയാണ്, പ്രകാശിക്കേണ്ടവരാണ്. എന്നാൽ പലപ്പോഴും നാം വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലാണ് വെക്കുന്നത്, തണ്ടിൻ മീതെ വെക്കുവാൻ നാം പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മുടെ സഭ, നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സുവിശേഷകർ, നമ്മുടെ സഹോദരങ്ങളൊക്കെ ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന്, ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു ഓർഡറിൽ നിന്ന്, ദൈവം ഉദ്ദേശിക്കുന്ന ക്രമീകൃതമായ സംവിധാനത്തിൽ നിന്ന്, വചനപ്രകാരമുള്ള ആ ജീവിതയാത്രയിൽ നിന്ന് എത്രത്തോളം പിന്മാറിപ്പോയി എന്ന് ഈ രാത്രിയിൽ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാകണമെന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം യേശുവിനെ പോലെ, യേശുവിൻ്റെ സ്വഭാവം, ആ ഒരു സ്വഭാവധാരണം നമ്മളിൽ പകർത്തിയെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വെളിച്ചമായി, ഭൂമിയുടെ ഉപ്പായി വർത്തിക്കണമെന്ന കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ ധാരാളം പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തത് ഗിരിപ്രഭാഷണത്തിൻ്റെ മഹനീയ തത്വങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടാണ്. ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകം എഴുതുവാൻ കാരണമായ വേദഭാഗങ്ങൾ കൂടെയാണിത്. അതുപോലെ തന്നെ ധാരാളം ഫിലോസഫേഴ്സിനെയും ധാരാളം സോഷ്യൽ തിങ്കേഴ്സിനെയും ചിന്തിപ്പിച്ച വേദഭാഗമാണ് ഈ സെർമൺ ഓൺ ദ മൗണ്ട്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയുടെ ജീവിതത്തിൽ അഹിംസയുടെ പ്രമാണങ്ങൾ താൻ ജീവിതത്തിൽ സ്വായത്തമാക്കിയത് യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണ പുസ്തകങ്ങൾ, ഗിരിപ്രഭാഷണ വേദഭാഗങ്ങൾ വായിക്കുന്നതിലൂടെയാണ്. ധാരാളം പ്രിയപ്പെട്ടവർ ഇതിലൂടെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഉണ്ടെങ്കിലും ഇന്ന് ഞാൻ എൻ്റെ ഈ ദൈവവചന ചിന്ത ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വി ആർ ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്, വി ആർ ദി സാൾട്ട് ഓഫ് ദിസ് എർത്ത്. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ഈ ലോകത്തിലുള്ളവരല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രതിനിധികളാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ വിളക്ക് നഷ്ടപ്പെടാതെ, ഉപ്പിൻ്റെ അനുഭവം നഷ്ടപ്പെടാതെ മുന്നോട്ട് ജീവിക്കാമെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ പാസ്റ്റർ ഫെബിനോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ മെസ്സേജ് കേട്ട എല്ലാവരെയും